നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ പുറത്ത് വന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സമരവും സത്യാഗ്രഹ സമരവും പാർലമെൻറ്റ് മാർച്ചൊക്കെ നമ്മൾ കണ്ടു. ജന്തർ മന്ദിറിൽ ഉണ്ടായ കോലാഹലങ്ങൾ, വൈകുന്നേരങ്ങളിലെ 5 സ്റ്റാർ സ്റ്റൈൽ ജീവിത രീതിയും ഭക്ഷണക്രമവും ഡാൻസുകളും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ പാർലമെൻറ്റിലേക്ക് നടത്തിയ മാർച്ച് അവർ വിചാരിച്ച ഇതിലും വലിയ വിനയായി മാറി. കാരണം പോലീസിനോ മിലിറ്ററിക്കോ നോക്കിയിരിക്കാൻ പറ്റില്ല. അതീവ സുരക്ഷാ മേഖലയാണ് പാർലമെൻറ്റ്. അവിടേക്ക് അത് മാർച്ച് ചെയ്തപ്പോൾ ശക്തമായ പ്രതിരോധമുണ്ടായി, കൂട്ടത്തല്ലുണ്ടായി, ലാത്തിച്ചാർജുണ്ടായി, വെടിവെപ്പുണ്ടായി, പെല്ലറ്റ് ബുള്ളറ്റുകൾ ഉപയോഗിച്ച് കാലിലേക്കാണ് വെടികൊണ്ടത്, അറസ്റ്റുകളുണ്ടായി, FIR ഇട്ടു, കേസുകളുണ്ടായി. എന്തൊക്കെ തന്നെയായാലും അവസാനം ചർച്ച ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. ഇതൊക്കെ നടന്നു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിട്ട് എന്താ കിട്ടിയെന്ന് വെച്ചാൽ സമരം നടത്തിയവർക്കും അറിയില്ല, രാജിവെച്ചവർക്കും അറിയില്ല. കാരണം അതിനെക്കാട്ടും വലിയ ഒരു വേറെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യം ശക്തമായ നൂല് ഒരു പഴുതില്ലാത്ത തരത്തിലൊരു പരീക്ഷ നടത്തിപ്പ് സംവിധാനമാണ് വേണ്ടത്. അതിനായിരുന്നു സമരം ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ സമരം എന്തോ ഉദ്ദേശത്തിൽ ചെയ്ത മാതിരി ഇവിടെ സമരം ഉണ്ടായി, ലഹളയുണ്ടായി. സമരത്തിൽ ഒരുപാട് പേര് വന്നു, ഒരുപാട് പോലീസ് വാഹനങ്ങളും മിലിറ്ററി വാഹനങ്ങളും തല്ലിച്ചതച്ചു, കേടുവരുത്തി, തല്ലിപ്പൊളിച്ചു. ഇപ്പോൾ മധ്യസ്ഥ ചർച്ചകൾ വന്നപ്പോൾ അത് ഞങ്ങളല്ല, പുറമേ നിന്ന് വന്നവരാണ് ചെയ്തത് എന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തവർ തുറന്നു പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഡൽഹി പോലീസിൻ്റെ റെക്കോർഡിൽ ഇപ്പോൾ 2873 ക്രിമിനലുകളാണ് ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് അതിൽ തന്നെ ഒരു 989 കൊടും ക്രിമിനലുകൾ, അതായത് സ്ഥിരമായിട്ട് അവിടെ ലഹള ഉണ്ടാകുമ്പോൾ പിടിക്കപ്പെടുന്നവർ. അവരുടെ റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ ബലാത്സംഗം, കൊള്ള, കലാപം, ഇതിന് കാലങ്ങളായി തുടർച്ചയായി നേതൃത്വം കൊടുക്കുന്നവരാണ്. അവരെയാണ് അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ CJP സംഘടിപ്പിച്ച സമാധാനപരമായ ഒരു സമരം ആണ് അവിടെ നടത്തിയത് എന്ന് ഈ CJPയുടെ നേതാവ് അഭിഷേക് ദീപ്കെ പറയുമ്പോൾ അവിടുത്തെ പോലീസിൻ്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ 2873 ക്രിമിനലുകൾ ഈ ദീപ്കയുടെ സംഘടനയിലുള്ളവരാണോ? അതുപോലെ തന്നെ ഈ കലാപം അവിടെ ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രതിധ്വനി എന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും അത് നമ്മൾ കണ്ടു. കേരളം, മധ്യപ്രദേശ്, UP, ബീഹാർ, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എല്ലായിടത്തും ഉണ്ടായി. അവിടെയൊക്കെ തന്നെ അവിടുത്തെ ഭരണാധികാരികളുടെ ഭരണ സംവിധാനങ്ങൾ, അവിടുത്തെ പോലീസ് അവിടെയും കേസുകൾ രജിസ്റ്റർ ചെയ്തു, അറസ്റ്റ് ചെയ്തു, FIR ഇട്ടു, കേസെടുത്തു. ഇതൊക്കെ നമ്മൾ കണ്ടു. നോക്കണേ, ഒരു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ഔട്ടായതിനാണ് ഇതൊക്കെ, ഈ കോലാഹലങ്ങൾ. സർക്കാർ തന്നെ പരീക്ഷ നടത്തിയതും വിത്തിൻ 1 വീക്ക് ചോദ്യപേപ്പർ പുറത്തായത് അറിഞ്ഞപ്പോൾ പരീക്ഷ റദ്ദു ചെയ്തതും പുതിയ പരീക്ഷ പ്രഖ്യാപിച്ചതും പരീക്ഷ നടത്തിയതും ഒക്കെ സർക്കാർ തന്നെയാണ്. അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുഴപ്പം അവിടെ ഇല്ല. ഇതേ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഇവിടെ ചോർന്നിട്ടുണ്ട്. അന്നൊക്കെ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, ഇന്നും നടന്നിട്ടുണ്ട്. എന്ന രസം ഈ സമരമുഖത്ത് എത്ര നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം പറഞ്ഞപ്പോൾ അവർക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അതുപോട്ടെ,
ഈ ആത്മഹത്യ ചെയ്ത ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു പാരൻസിനെ അവിടെ കൊണ്ടുവന്നൊന്ന് പ്രസംഗിപ്പിച്ചിരുന്നുവെങ്കിൽ അതിനൊരു ഗാംഭീര്യത കിട്ടിയിരുന്നു. അതും ഉണ്ടായിട്ടില്ല. അവിടെ ഒന്ന് പ്രസംഗിച്ചത് ആരാണ്? ജീവിതത്തിൽ ഇന്നേ വരെ ഒരു സമരത്തിലും സത്യാഗ്രഹത്തിലും പങ്കെടുക്കാത്ത ടെലിവിഷൻ അവതാരകരും സിനിമാ നടന്മാരുമായിരുന്നു ഇതിൽ മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ അവിടെ വലിയൊരു തട്ടിപ്പില്ലേ? ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പ് കൊള്ള സംഘത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമാണ്. പണ്ട് നമ്മൾക്കറിയാലോ, ദാവൂദ് ഇബ്രാഹിം ഹിന്ദി സിനിമയിലെ നടന്മാർക്ക് പാർട്ടി കൊടുക്കുന്നതും ഇവിടെ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ദാവൂദിൻ്റെ പെർമിഷൻ വേണം. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന സംഭവമാണ്. ഇന്ന് ദാവൂദ് ഇല്ലെങ്കിലും അതുമാതിരിയുള്ള ദാവൂദന്മാർ തന്നെയാണ് ഇന്നും ഈ സിനിമ കൺട്രോൾ ചെയ്യുന്നത്. ആ ഭീകരന്മാരുടെ ഒത്താശയ്ക്ക് നിന്നില്ലെങ്കിൽ സിനിമയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് ഈ നടന്മാർക്കും നടികൾക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് നീതി നോക്കാതെ, ന്യായം നോക്കാതെ തട്ടിപ്പിന് കൂട്ടു നിൽക്കേണ്ടി വരുന്നത്. എന്നാൽ ശരിയായ വിഷയം വരുമ്പോൾ, ശരിയായ പ്രശ്നം വരുമ്പോൾ, ശരിയായ സങ്കടകരമായ വിഷയങ്ങൾ സമൂഹത്തിൽ വരുമ്പോൾ, സ്വന്തം മുറ്റത്ത് വരുമ്പോൾ കണ്ണു തുറക്കില്ല, കണ്ടതായി നടിക്കില്ല ഈ നടന്മാരും ഈ അവതാരകരും. ഇതാണ് ഇന്ന് നാട്ടിലെ ഏറ്റവും വിഷമകരമായ സന്ദർഭം. എന്നിട്ട് പത്രക്കാർ ചോദിക്കുമ്പോൾ പല്ലിളിച്ചിട്ട് അവിടെയും ഇവിടെയും തൊടാത്ത ഉത്തരങ്ങൾ ഈ നടന്മാരും ഈ അവതാരകകളും പറയും. നോക്കൂ, നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി മത്സര പരീക്ഷ എഴുതി ഉദ്യോഗത്തിൽ കയറാണ്ട പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ കയറി കൂടി ആ ഉദ്യോഗം കൊടുക്കാതെ കളിപ്പിക്കുകയാണ് വർഷങ്ങളായിട്ട്. ആ കളിപ്പിക്കുന്നതിൽ പ്രധാനികൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. സർക്കാർ ഉദ്യോഗം വരുമ്പോൾ സ്വന്തം ഭാര്യയെയും ബന്ധുക്കളെയും തള്ളിക്കയറ്റുന്ന ഒരു സംവിധാനമുള്ള ഈ സംസ്ഥാനത്ത് അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഇത്തരത്തിലുള്ള സിനിമാ നടന്മാരും സിനിമാ നടികളും അവതാരകകളും നിലനിൽക്കുമ്പോൾ ഈ സിസ്റ്റം എങ്ങനെ നേരെയാവും? എന്നിട്ട് ഡൽഹിയിലേക്ക് എത്തി നോക്കിയിട്ട് അവിടേക്ക് വണ്ടി കയറുന്ന ഇവന്മാരെയാണ് ആദ്യം പിടിച്ച് ചോദ്യം ചെയ്യേണ്ടത്. പൗരത്വ ബില്ലിനെതിരെ അന്ന് സമരം ചെയ്തപ്പോൾ ഇവിടെ നിന്നായിരുന്നു അന്നും അവിടെ ജനം. എന്തൊക്കെ പ്രശ്നം ഡൽഹിയിലുണ്ടായിട്ടുണ്ടോ അതിനൊക്കെ മുന്നിൽ നിന്നത് മലയാളികളായിരുന്നു. എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം? നാട് നന്നാക്കലാണോ നാട് നശിപ്പിക്കലാണോ? ഇത് വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ആ പഠന റിപ്പോർട്ട് ഇവിടുത്തെ ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. അതിന് ഉത്തരവാദിത്വപരമായിട്ട് പ്രവർത്തിക്കുന്നത് ആരായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം.